സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടൊരു വാർത്തയാണ്. ദിലീപ് ദിലീപിനെതിരെ പരാമർശം നടത്തുന്ന അല്ലെങ്കിൽ ദിലീപിനെതിരെ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെതിരെ കുറ്റാരോപണങ്ങൾ നടത്തുന്ന അങ്ങനെയുള്ള ആളുകൾക്കെതിരെ പരാതി നൽകാൻ പോകുന്നു. അതായത് സന്ധ്യ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ, അങ്ങനെയാണ് അവരുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കെതിരെയും പിന്നീട് മഞ്ജു വാര്യർക്കെതിരെയും ഒക്കെയാണ് ദിലീപ് പരാതി കൊടുക്കാൻ പോകുന്നത്. അതിൽ വേറൊരാൾ കൂടിയുണ്ട്. അതായത് റിപ്പോർട്ടർ ചാനൽ റോഷിപാൽ എന്നാണ് പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുത്തനുമുണ്ട്, റിപ്പോർട്ടറുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് ആളുകൾ ചേർന്ന് സംഘം ചേർന്നുകൊണ്ട് ദിലീപിനെ കൊടുക്കണം, ദിലീപ് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഇപ്പം ഇറങ്ങാൻ പോകുന്നൊരു സിനിമയുണ്ട് ദിലീപിൻ്റെ, അതിനൊപ്പം മോഹൻലാലും ഉണ്ടെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ സിനിമാ ജീവിതം അപ്പാടെ തീർത്ത് കളയണം, ഞങ്ങൾ അവൾക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിനും നടക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് മാനവീയം വീഥി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്യാമ്പയിനുമായിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകളും പിന്നെ അതേപോലെ തന്നെ കുറേ സ്ത്രീകളുമൊക്കെ ഇറങ്ങിക്കിടന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഞങ്ങളെല്ലാവരും അവൾക്കൊപ്പമാണ്. അവൻ എന്ന് പറയപ്പെടുന്ന ദിലീപിനൊപ്പമല്ല ഞങ്ങൾ. ദിലീപ് അവൻ്റെ പണവും അവൻ്റെ പ്രശസ്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ കോടതിയെയും അതേപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയെയും എല്ലാം കീഴടക്കി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഈ പറയുന്ന ആളുകൾ തന്നെ ഒന്ന് മനസ്സിലൊന്ന് കൈവച്ച്, അല്ല നെഞ്ചിലൊന്ന് കൈവച്ചിട്ട് ചിന്തിക്കുക. അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. എവിടെയെങ്കിലും ഒരാളെ സ്വാധീനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളെയും അങ്ങ് സ്വാധീനിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ദിലീപ് തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം. അത് തന്നെയാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഒരാരോപണത്തിന്മേൽ തെളിവുകളില്ല എന്ന് പറയുമ്പോഴും ആ തെളിവുകൾ ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോഴും അവിടെ എന്താണ് നടക്കുന്നത്? അപ്പോഴും തെളിവുകൾ വരുന്നില്ല. പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദിലീപ് കുറ്റവാളിയാണെന്ന് അവരെ ആണയിട്ട് പറയുന്നു. എന്നാൽ നിയമത്തിന്റെ മുൻപിലോ അല്ലെങ്കിൽ കോടതിയുടെ മുൻപിലോ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞാൽ, കോടതിയുടെ മുൻപിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരാളെ പറ്റി എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുക? നമുക്കറിയാം ദിലീപിന്റെ വിഷയത്തിൽ നീണ്ട 9 വർഷത്തോളം മാധ്യമ വിചാരണയാണ് നടന്നിട്ടുള്ളത്. മാധ്യമ വിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളാണ് കോടതി, മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോകണ്ട, ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ നടക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ഈ പറയുന്ന രീതിയിൽ പ്രസ്താവനയുമായിട്ട് രംഗത്തേക്ക് എത്തിയിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വലിയ രീതിയിൽ പൊക്കൊണ്ടിരുന്നതും. അപ്പോൾ അതിനുശേഷമാണ് കോടതിയുടെ ഇടപെടൽ വരുന്നതും ദിലീപിനെ വെറുതെ വിടുന്നതും. അങ്ങനെ വെറുതെ ഒരാളെ അങ്ങ് വിടാനായിട്ട് കോടതിക്ക് അത്ര മനസ്സലിവ് തോന്നി വിടാനായിട്ട് ദിലീപ് അവരുടെ ഒരു അടുത്ത ആളൊന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾ അതെന്തിന്റെ പേരിലാണ് പറയുന്നതെന്ന് കൂടി വ്യക്തമാക്കണം. ദിലീപ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. അത് ദിലീപിനെതിരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. അത് സിനിമയ്ക്കകത്തും സിനിമയ്ക്ക് പുറത്തും അതുണ്ട്. അതിനെതിരെ താൻ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല ആളുകളും പറഞ്ഞു ദിലീപിന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദിലീപ് തന്നെ തെളിയിക്കണം, അതിനുള്ള സാധൂകരിക്കുന്ന കാര്യങ്ങൾ ദിലീപ് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് പല ആളുകളും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇതാ അങ്ങനെ ഒരു വാർത്ത വരുന്നു. ദിലീപ് ആ ഒരു കോടതി വിധി അതിനെപ്പറ്റിയുള്ള പകർപ്പ് ലഭിച്ചതിന് ശേഷം തനിക്കെതിരെ പണിഞ്ഞിട്ടുള്ള ആളുകൾക്ക് തിരികെ പണി കൊടുക്കാൻ പോകുന്നു. അപ്പം ഞാൻ വേറൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്, ഈ ദിലീപിൻ്റെ വിഷയത്തിൽ രഞ്ജി പണിക്കറിൻ്റെ അടുത്ത് പോയിട്ട് കുറേ മാധ്യമങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അയാൾ കൊടുക്കുന്ന മറുപടികൾ വളരെ അടിപൊളി മറുപടിയാണ്. അതായത് നമ്മളാരും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള, നമ്മളാരും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മറുപടിയാണ് അയാൾ കൊടുക്കുന്നത്. അതിൽ രഞ്ജി പണിക്കർ പറയുന്നത്, നിങ്ങളുടെ താല്പര്യാർത്ഥം നിങ്ങൾ പറയുന്നത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള തെളിവില്ലാത്തത് കൊണ്ട് തന്നെ കോടതി ദിലീപിനെ വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ടിട്ടും അതിലാണ് നിങ്ങൾക്ക് ദേഷ്യം, അല്ലെങ്കിൽ അങ്ങനെ വിട്ടതാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒന്നും പറയാനില്ല. അത് എല്ലാവരുടെയും പ്രശ്നമാണ്, നിങ്ങൾ വിചാരിക്കരുതെന്നാണ് രഞ്ജി പണിക്കർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മാധ്യമ പ്രവർത്തകരെ വലിച്ച് കീറി ഒട്ടിച്ചു വിടുന്നൊരു വീഡിയോ. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വേണ്ടത്. കിട്ടി, അണ്ണാക്ക് നിറയെ കിട്ടി. ബാക്കി കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ടല്ലേ? അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശയുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? കുറ്റവാളികൾ, എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരിയൊന്നുമല്ലല്ലോ. ഇതൊരു പൊതുവായ കാര്യമാണ്. ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു. ഇന്നുവരെയുള്ള അനുമാനങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. നമ്മുടെ സംവിധാനത്തിൽ, നീതിന്യായ സംവിധാനത്തിൽ, ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. അതല്ലേ നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ.
മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താ പറഞ്ഞത്? മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മേൽക്കോടതികൾ എന്താ നിലപാടെടുത്തത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ? സെഷൻസ് കോടതി അല്ലല്ലോ ആ നിലപാടെടുത്തത്. അത് സംബന്ധിച്ച് കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ? അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞു എന്നാണോ? ആ, എന്നിട്ട് എവിടെയാ കൊടുത്തത്? ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ? അതെന്താ? തെളിവാക്കണമെന്ന്, അത് അപ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ. പ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ. ഹൈക്കോടതിയിൽ ഒരു അപ്പീലോ ഒരു ഹർജിയോ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിലൊരു നിലപാടുണ്ടാവുമല്ലോ. ആ നിലപാടിനെ മുന്നോട്ട് പോകാൻ അതിന് താഴെയുള്ളൊരു കോടതിക്ക് രാജ്യത്ത്. അതെ, എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അതിജീവിത ആവശ്യപ്പെട്ടു, കോടതി എന്ത് പറഞ്ഞു? കോടതി അതിനെ പരിഗണിച്ചോ? കോടതി അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാടെടുത്തോ? എനിക്കറിയില്ല, നിങ്ങൾ പറയും. കോടതി നമ്മളാണോ തീർപ്പാക്കുന്നത്? അത് അവിടെ നിലനിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കൂ എന്താണ് ഇതിലൊരു നിലപാടെടുത്തിട്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ജുഡീഷ്യറി, ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമുനയിലാണോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു എന്നൊന്ന് പറഞ്ഞ്. ഹൈക്കോടതി സംശയ നിലവിലാണെന്ന്. ഹലോ, ഹൈക്കോടതി അതിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹൈക്കോടതി നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഇങ്ങനെ ഒരു ഹർജി കോടതിയിൽ വരികയില്ലേ? വലിച്ചു കീറി ഒട്ടിക്കുക എന്ന് പറയുന്നതിനെ നമ്മൾ നേരെ കാണുകയാണ്. മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ധാർഷ്ട്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ശൗര്യത്തോടു കൂടി തന്നെയാണ് രഞ്ജി പണിക്കർ മറുപടി നൽകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങേര് മറുപടി കൊടുക്കുന്നത്? സിനിമയിൽ ഈ മറുപടിയെ കൊടുത്താൽ മതി, അല്ല ദേഷ്യം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ കാണിക്കുന്ന വ്യഗ്രതയ്ക്കെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് കേവലം ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാത്രം സ്നേഹിക്കുന്നതുകൊണ്ടൊന്നുമല്ല. അയാൾ പറയുന്നുണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിലെ കോടതിയാണ് വിശ്വസിക്കുന്നത്, നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന എനിക്ക് ഇതൊരു നേരായ നീതിയാണ്, അല്ലെ ഇതൊരു നേരായ കോടതിയുടെ തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും തോന്നുന്നുമില്ല, തോന്നാനുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുന്ന മാധ്യമങ്ങളുടെ എല്ലാം അന്നനാളം നിറയ്ക്കുന്ന തരത്തിലേക്ക് തന്നെ നമ്മുടെ രഞ്ജി പണിക്കറിന്റെ മറുപടി കൊടുത്തിട്ടുണ്ട്. രഞ്ജി പണിക്കർ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാധ്യമധർമ്മങ്ങൾക്കെതിരെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ശബ്ദമുയർത്തേണ്ടത്. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പല ആളുകളും പറഞ്ഞ് കയ്യടി നേടിക്കാനായിട്ട്, അല്ലെ കയ്യടി വാങ്ങാനായിട്ട് പല പോസ്റ്റുകൾ ഇടുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ആർക്കൊപ്പമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സിനിമയിലെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും, അതേപോലെ തന്നെ WCC അങ്ങനെ പറയുന്ന സംഘടനകളിൽ, സിനിമയിലുള്ള എല്ലാ സംഘടനകളിൽ നിന്നും പുള്ളിക്കാർ രാജിവെച്ചു. അതിനെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പുള്ളിക്കാർ രാജിവെച്ചത് ദിലീപിനെ പേടിച്ചിട്ടാണ്, ദിലീപിനോടുള്ള പേടി കൊണ്ടാണെന്നൊക്കെയാണ്. അതിനൊക്കെ ഒപ്പം, അല്ലെ അതിനുശേഷം ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ചു, രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. എന്നിട്ട് അതിൽ പോസ്റ്റിൽ അവർ പറയുന്നത് ആർക്കൊക്കെ വേണ്ടി തൊണ്ട പൊട്ടി നിലവിളിച്ചു, എന്നിട്ട് എവിടെ അവരെല്ലാവരും, ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. അതിലൊരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, അദ്ദേഹം പുരുഷ സമൂഹത്തിന് വേണ്ടിയാണ് ശബ്ദിച്ചത്. അപ്പോൾ അവർ കമന്റ് റിപ്ലൈ കൊടുക്കുന്നത് സമൂഹം കൂടെ പോകണം. പൊതുശല്യത്തെ ജയിലിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ഭാഗ്യലക്ഷ്മി ചിരിച്ചുകൊണ്ട് കമന്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു കമന്റ് ബോക്സ് നിറയെ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഫെമിനാസി തരത്തിനെ, തീവ്ര ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പലരും കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ ഭാഗ്യലക്ഷ്മിയോട് പറയാനുള്ളത്, മോളെ ഭാഗ്യലക്ഷ്മി ചേച്ചി, അല്ലെ ഭാഗ്യലക്ഷ്മി മേഡം, നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള തീവ്ര ഫെമിനാസിത്തരം കേരളത്തിലെ ആണുങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ കാണും. നാട്ടിലുള്ള എല്ലാ ആളുകളും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ കൂട്ടുപിടിക്കുന്ന ഒരുപാട് ഫെമിനാസികളെ ഉണ്ട്, അല്ലെ ഫെമിനിസ്റ്റുകളെ ഉണ്ട്. ഈ ഫെമിനിസ്റ്റുകളുടെയൊക്കെ ചിന്താഗതി ആണുങ്ങളെല്ലാം നിൻ്റെയൊക്കെ അടിമയാണെന്നാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ നിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയല്ല പുറത്തുള്ള സമൂഹത്തിലുള്ള ജനങ്ങൾ. അവർക്ക് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് തുറന്ന് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. നീയൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾ കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം അതിൻ്റെ എല്ലാം ഇരയാക്കപ്പെടേണ്ടവനാണോ ആണുങ്ങൾ? അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ആവണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അങ്ങനെ ആവാൻ വേറെ ആളെ പോയി നോക്കണം. ഇപ്പം രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ കോടതി ഒരു തീരുമാനം എടുത്തു,
കോടതിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടി, ദിലീപിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയില്ല. അതുകൊണ്ട് ദിലീപ് നിരപരാധിയായി. ഇനി അതിന് മുകളിലേക്ക് നിങ്ങൾ അപ്പീൽ പോകുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സമർപ്പിക്കുക. നിങ്ങളുടെ പൂങ്കണ്ണീര് പൊഴിക്കുന്നതിനോ നിങ്ങളുടെ അഭിനയത്തിനോ ഒന്നും ഇവിടെ വാല്യൂ ഇല്ല. അല്ലെങ്കിൽ അതിനല്ല ഇവിടെ പ്രസക്തി. ഇവിടെ തെളിവുകൾക്കാണ്. കോടതിയിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും തെളിവുകൾക്കാണ് പ്രാധാന്യം. തെളിവുകളില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ അവഹേളിക്കുന്നില്ല. പക്ഷേ ഈ ഒരു അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ക്രൂരത കാണിച്ച ആളുകളെ എല്ലാം പിടിച്ചകത്തിട്ടു. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ദിലീപിനെ പിടിച്ചകത്തിട്ടില്ല. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ ഒരു സിനിമ റിലീസാവാൻ പോകുന്നു. ആ സിനിമ റിലീസാവുമ്പോൾ അങ്ങനെ ഒരു സിനിമ റിലീസാവുന്നതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ കളികൾ പല ആളുകളും കളിച്ചതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദിലീപിന് ഡബിൾ ധമാക്ക എന്ന് പറയുന്ന പോലെ ബോണസാണ്. സിനിമയ്ക്കൊരു വലിയ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. ദിലീപ് നിരപരാധിയായിരിക്കുന്നു. ദിലീപിൻ്റെ സിനിമകൾ ഇനിയും കത്തിക്കയറാൻ പോകുന്നു. ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു അടിപൊളി സിനിമ തന്നെയായിരിക്കും. നെഗറ്റീവ് ക്യാമ്പയിൻ വലിയ രീതിയിൽ നടന്നില്ലെങ്കിൽ ആ സിനിമ കത്തിക്കയറും. ഇനി നെഗറ്റീവ് ക്യാമ്പയിന് വേണ്ടിയിട്ട് എന്തായാലും പുറത്ത് ഒരുപാട് ആളുകളുണ്ട്, സ്ത്രീ സമൂഹമുണ്ടല്ലോ. ആ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഈ സിനിമ കാണില്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് കൈയടിക്കാനെന്ന് പറഞ്ഞുകൊണ്ടും റിപ്ലൈ തരാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ കമൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള കുറച്ച് ആളുകളുണ്ട്. ദിലീപിനെ അങ്ങ് തീർത്ത് കളയാം, ഇനി ശബ്ദമില്ലാതെ ആക്കി കളയാം, ഇനി ഒരിക്കലും ശബ്ദിക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനത്തെ ചിന്താഗതിയുള്ള ആളുകളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ കുരു പൊട്ടി വ്രണപ്പെട്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ. ദിലീപ് കത്തിക്കേറി വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുക.